ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. പൂജപ്പുര ജയിലിലെ ക്യാൻറ്റീനിൽ മോഷണം. ജയിലിൽ മോഷണമാ? ജയിലിൽ മോഷണം. 4 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനം. തടവുകാരായ മുൻ ജീവനക്കാരനാണ് മോഷ്ടാവ് എന്നാണ് സംശയം. ജയിൽ ക്യാൻറ്റീനിൽ നിന്ന് അഷിൻ ഡിയാഗോ ചേരുന്നുണ്ട്. അഷിൻ ഡിയാഗോ, വെരി ഗുഡ് മോർണിംഗ് അഷിൻ. ഈ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്താണ് ഈ പറയുന്ന കള്ളൻ കപ്പലിലാണ് എന്നൊക്കെ പറഞ്ഞാൽ പോരാ എന്നാണ്. ജയിലിൽ നിന്ന് മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഷ്ടാവിനെ സമ്മതിച്ചു കൊടുക്കേണ്ടതാണ്. ഇയാൾ മുൻ ജീവനക്കാരനാണ് മോഷ്ടാവ് എന്നാണ് മനസ്സിലാക്കുന്നത്. തടവുകാരനായ മുൻ ജീവനക്കാരൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ മോഷണം നടന്നിട്ടുണ്ടാവുക? അവിടെ നോക്കാനൊന്നും ആരും ഇല്ലേ? നമ്മുടെയൊക്കെ ജയിലുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണോ? ഒരു ജയിലിനുള്ളിൽ കടന്ന് പൈസയൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ കഴിയുക, അതും ക്യാൻറ്റീനിൽ നിന്ന് 4 ലക്ഷം രൂപ നഷ്ടപ്പെടുക, നോക്കാനും കാണാനൊന്നും ആരും ഇല്ലേ? നമ്മുടെ ഗോവിന്ദച്ചാമി തന്നെ ചാടിപ്പോയ ജയിൽ സംവിധാനമാണ് നമുക്ക് കണ്ണൂരൊക്കെ ഉള്ളത്. ഇപ്പോൾ പൂജപ്പുര ജയിലിൽ നിന്ന് വരുന്ന വാർത്തയും ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് നാണം കെടുത്തുന്ന വാർത്തയാണ്. ക്യാൻറ്റീനിൽ 4 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മുൻ ജീവനക്കാരനാണ് മോഷ്ടാവ് എന്നാണ് സംശയം. ജയിൽ ക്യാൻറ്റീനിൽ നിന്ന് നമ്മുടെ പ്രതിനിധി അഷിനുണ്ട്. പിന്നെ ഒരു കൗതുകം കൂടിയുണ്ട് കേട്ടോ. അവിടെ CCTVകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ആവശ്യം വരുന്ന സമയത്ത് നമ്മുടെ ജയിലിലെ CCTV ഒന്നും പ്രവർത്തിക്കില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ ജയിൽ വകുപ്പിന്. അഷിൻ ഡിയാഗോ ഉണ്ട്. അഷിൻ ഡിയാഗോ, എന്താ സംഭവിച്ചത്? ജയിലിൽ നിന്ന് മോഷണോ? അരുൺ, തീർച്ചയായും കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുമെങ്കിലും അതിസുരക്ഷാ മേഖലകളിൽ ഒന്നാണ് ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇരിക്കുന്ന ഭാഗം എന്നുള്ളതാണ്. 24 മണിക്കൂറും പോലീസിന്റെ നിരീക്ഷണം, അതിസുരക്ഷകൾ, CCTV ക്യാമറകളടക്കം വളരെ സുരക്ഷിതമായ ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പൂജപ്പുര എന്നുള്ളതാണ്. ഇവിടെയാണ് ഇപ്പോൾ ജയിൽ വകുപ്പിന്റെ തൊട്ട് മൂക്കിന് താഴെയായിട്ടുള്ള ഈ ഫുഡ് ഫാക്ടറിയിൽ ഈ ക്യാൻറ്റീനിൽ മോഷണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 24 മണിക്കൂറും പോലീസുകാർ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് പൂജപ്പുര എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ സ്വാതന്ത്ര്യ ദിനത്തിനും തൊട്ടടുത്ത ദിവസത്തും ആയിരിക്കാം ഒരു മോഷണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ ഒരു മോഷണ വിവരം അറിയുന്നത് എന്നുള്ളതാണ്. ഈ തൊട്ടു പുറകിലായി, അതായത് ഈ കഫറ്റീരിയ, ഫ്രീഡം ഫുഡ് ഫാക്ടറി കഫറ്റീരിയയുടെ തൊട്ടു പുറകിലായുള്ള ഒരു ഗ്ലാസ് ഡോറ് അത് തകർത്ത് അകത്തേക്ക് കയറി കൃത്യമായി തന്നെ മേശവിരിപ്പിൽ നിന്നും താക്കോലിട്ടതിനു ശേഷമാണ് ഈ മോഷണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അരുൺ, തീർച്ചയായും CCTV ഉണ്ട്, പക്ഷെ അത് വെറുതെ പേരിന് മാത്രമാണ്. CCTV ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. CCTV നിറയെ, ഈ ഭാഗത്ത് നിറയെ CCTVകൾ ഉണ്ടെങ്കിൽ പോലും ഒരെണ്ണം പോലും വർക്കിംഗ് അല്ല എന്നുള്ളത് പോലീസുകാർ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതടക്കം അറിയാവുന്ന ആരോ ആണ് കൃത്യമായി ഈ സ്ഥലത്തേക്ക് കയറി മോഷണം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മുൻ ജീവനക്കാരോ അല്ലെങ്കിൽ ഇവിടെ ഈ തടവുകാരായിട്ടുള്ള മുൻ ജീവനക്കാരോ അല്ലെങ്കിൽ അവർ വഴി വിവരങ്ങൾ അറിയാവുന്ന മറ്റാരെങ്കിലും ആണോ ഈ ഒരു മോഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. കാരണം വലിയ തരത്തിലുള്ള ബ്രേക്കിംഗ് ശ്രമങ്ങൾ, അതായത് ഇത് പൊളിച്ചടുക്കി വാതിൽ തകർത്തൊന്നും കയറാനുള്ള ശ്രമമൊന്നും നടന്നിട്ടില്ല. കൃത്യമായി തന്നെ എവിടെയാണ് ഇരിക്കുന്നത് സാധനങ്ങൾ, താക്കോല്, പൈസ, അടക്കമുള്ള കാര്യങ്ങൾ എവിടെ ഇരിക്കുന്നു എന്ന ധാരണയുള്ള ഒരാളാണ് മോഷണം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും 4 ലക്ഷം രൂപയോളം മോഷണം പോയിട്ടുണ്ട് എന്നുള്ളതാണ് പൂജപ്പുര പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പരാതി ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും പ്രാഥമികമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അരുൺ, ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത് അഷിൻ ഡിയാഗോയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. ആ CCTV ഇനി ആരടിച്ചുകൊണ്ട് പോകും എന്നുള്ളതിലാണ് ചോദ്യം. CCTV തന്നെ അടിച്ചുകൊണ്ട് പോകുന്ന ബിരുദന്മാർ നമ്മുടെ ജയിലിലുണ്ട്. പിന്നെ നമ്മുടെ CCTV ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നൊരു ഗുണം കൂടിയുണ്ട്. മോഷ്ടാക്കൾക്ക് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ജയിലിലുണ്ട് എന്നുള്ളതാണ്. തടവുപുള്ളികൾക്ക് CCTV ഒക്കെ പ്രവർത്തിച്ചാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറം ലോകം കാണത്തില്ലേ? കണ്ട സഹിക്കൂ. അതായിരിക്കാം ഒരുപക്ഷെ CCTV പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം. മോശമാണ് എന്നേ പറയേണ്ടൂ. അതീവ ജാഗ്രതയുള്ള സ്ഥലങ്ങളിൽ CCTV പ്രവർത്തിപ്പിക്കുന്നില്ലെങ്കിൽ അതിനൊക്കെയുള്ള അധികാരികളെ അതൊക്കെ അറിയിക്കേണ്ട.